എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിലും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുൻ ഒരുക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുകയും. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. അവൻ വന്ന് ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. വളരെ മനോഹരമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായിട്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അനാലജികൾ നമ്മൾ നോക്കിയാൽ തന്നെ, ഉപമകൾ നമ്മൾ നോക്കിയാൽ തന്നെ എത്ര ഉൾക്കാഴ്ചയോടെ എത്ര ആഴമായി ചിന്തിച്ചിട്ട് ആണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 1-ാമത്തെ അധ്യായത്തെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ദൈവം തെറ്റിക്കടന്ന മനുഷ്യരുമായിട്ടുള്ള ആ ഉടമ്പടിയെ യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടും പുനഃസ്ഥാപിച്ചു. അതാണ് പുതിയ നിയമം. ആ പുതിയ നിയമത്തിലേക്ക് കേവലം യഹൂദന്മാർ മാത്രമല്ല, അന്യജാതിക്കാർക്കും ദൈവം പ്രവേശനം കൊടുത്തു. അതാണ് വലിയ മർമ്മമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആ മർമ്മം പ്രസ്താവിക്കാനാണ് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വിളിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ യഹൂദന്മാർക്ക് മാത്രമല്ല, അന്യജാതിക്കാർക്കും ഇപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശനമുണ്ട്, ദൈവത്തിന്റെ രാജ്യത്തിൽ പൗരത്വമുണ്ട്, ദൈവത്തിന്റെ കുടുംബത്തിൽ അവർ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. മക്കൾ മാത്രമല്ല, അവകാശികളും, തുല്യ അവകാശികൾ.
യഹൂദന്മാർക്ക് മാത്രമല്ല യേശു ക്രിസ്തുവിന് തന്നെ തുല്യ അവകാശികളായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് ഇവിടെ 3 അനാലജി അത് ശക്തമായിട്ട് ഉപയോഗിക്കുകയാണ്. ഒന്നാമതായിട്ട് ആലയത്തിൻ്റെ അനാലജി. ഈ കെട്ടിടം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? കെട്ടിടം എന്ന് പറയുന്നത് ആലയത്തെയാണ് പൗലോസ് ഈ കെട്ടിടം എന്ന നിലയിൽ, ബിൽഡിംഗ് എന്ന നിലയിൽ ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാരുടെ ആ ടെമ്പിൾ, ആ ദൈവാലയം, ആ ആലയം എന്ന അനാലജിയിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും യേശു ക്രിസ്തുവും ഒക്കെ അടിസ്ഥാനത്തിൽ വരുന്നു. ആലയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശമാണ്. ആ ആലയത്തിന്റെ മൂലക്കല്ലെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ബാക്കിയുള്ള എല്ലാവരും ജീവനുള്ള കല്ലുകളാണ്. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മന്ദിരത്തിന്റെ, ദൈവത്തിന്റെ ആലയത്തിന്റെ, ഹോളി ടെമ്പിളിന്റെ അനാലജിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ആ നിങ്ങളെന്ന് പറയുന്ന ആരാണ്? അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, പിന്നെ യേശു ക്രിസ്തു. അത് കൂടാതെ നിങ്ങൾ, ഈ നിങ്ങൾ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ മുഴുവൻ അന്യജാതിയിൽ നിന്നും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന വ്യക്തികളെയാണ്. അപ്പോൾ ഈ നിങ്ങൾ ആരാണ്? 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എന്താണ് ഈ അതിക്രമങ്ങളും പാപങ്ങളും? അതിനൊക്കെ ഡെഫിനിഷൻസ് ഉണ്ട്. അതിക്രമം എന്താണ്, പാപം എന്താണ്? പക്ഷേ ഈ അതിക്രമവും പാപവും ചെയ്ത കാര്യം എന്താണ്? ദൈവത്തിന്റെ ശാപം മാനവരാശിയിലേക്ക് കൊണ്ടുവന്നു. ആ ശാപം മൂലം മനുഷ്യൻ മരണത്തിന് അധീനനായി തീർന്നു. ഇത് എവിടെയാ സംഭവിച്ചത്? വേദപുസ്തക പ്രകാരം പറയുകയാണെങ്കിൽ ഏദൻ തോട്ടത്തിലാണ് സംഭവിച്ചത്. ദൈവം മനുഷ്യനെ അവിടെ ആക്കി വെച്ചു. ഒരു മാതൃകാ കുടുംബം എന്നുള്ള രീതിയിൽ ആദമും ഹവ്വയും അവിടെ ദൈവത്തിന്റെ പ്രതിമ, ദൈവത്തിന്റെ ഇമേജായി, ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി അവിടെ ഇരുന്നു. സ്നേഹസ്വരൂപനായ ദൈവം, ആത്മസ്വരൂപനായ ദൈവം, ജീവനായ ദൈവം ജീവിക്കുവാൻ വേണ്ടി, നിത്യമായി ജീവിക്കുവാൻ വേണ്ടി, വാഴുവാൻ വേണ്ടി, മറ്റുള്ളവരെ സ്നേഹിച്ച് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആ മുഴുവൻ തോട്ടത്തിൻ്റെയും ആ പ്രപഞ്ചത്തിൻ്റെ തന്നെയും കാര്യസ്ഥനായി മനുഷ്യനെ നിയമിച്ചു. ആ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ വിശ്വസ്തനായിരുന്ന സമയം മുഴുവനും അവൻ അനുഗ്രഹ സമ്പന്നനായിരുന്നു. അവന് പിന്നെ പ്രത്യേക ഒരു അനുഗ്രഹത്തിൻ്റെ ആവശ്യമില്ല. അവൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ സ്നേഹവും അനന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹം അവനുണ്ട്. ആ ക്രിയേറ്റിവിറ്റി, ദൈവത്തിന് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്, അവനും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ എക്സ്പ്രഷൻസും, സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള എല്ലാ കഴിവുകളും ദൈവം മനുഷ്യന് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യന് പല ജീവജാലങ്ങളെയും അവരുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അവരെ വ്യത്യസ്ത കാറ്റഗറിയിലാക്കി അവരുടെ പേരുകൾ അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത്. സൗന്ദര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, ബ്യൂട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, വെറൈറ്റിയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, വൈവിധ്യത്തെ ആസ്വദിക്കാൻ ദൈവം അവന് കഴിവ് കൊടുത്തു. ഇതിനൊക്കെ വർണ്ണിക്കാനും പേരിടാനും സ്നേഹിക്കാനും പരിപാലിക്കാനും ഒക്കെയാണ് ദൈവം അവന് കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തം കൊടുത്തത്. എന്നാൽ ദൈവത്തിന്റെ ജീവനിലും ദൈവത്തിന്റെ സത്യത്തിലും ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും, ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ ശക്തി, അതിൽ ആശ്രയിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് പകരം മനുഷ്യൻ
സ്വേച്ഛ ഇച്ഛിച്ചു, ആഗ്രഹിച്ചു. സ്വന്തം ഇച്ഛാപ്രകാരം പോകാൻ ആഗ്രഹിച്ചു. ദൈവത്തെ പോലെ ആകണം എന്ന് വെച്ചാൽ അധികാരത്തിലും സ്ഥാനത്തിലും ദൈവത്തിന് തുല്യമാകണം. ആ ധാരണയിൽ, ആ തെറ്റിദ്ധാരണയിൽ മനുഷ്യൻ ചെന്ന് പിശാചിന്റെ വലയിൽ വീണു. ആ ഫലമെടുത്ത് കഴിച്ചു. ജ്ഞാനം കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ ജ്ഞാനം നന്മ തിന്മകളെ വേർതിരിച്ചറിയാനുള്ള ജ്ഞാനം മാത്രമല്ല, ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള ആ ജ്ഞാനം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അവൻ നിരന്തരമായി പ്രാപിച്ചുകൊണ്ടിരുന്ന നന്മയിൽ നിന്നും അവനെ വേർപെടുത്തുവാനിടയായി. കർത്താവ് പറഞ്ഞില്ലേ, നീ തിന്നുന്ന നാഴികയിൽ മരിക്കും. ഉടനെ അവർ തലചുറ്റി വീണു മരിച്ചൊന്നുമില്ല. പക്ഷെ മരണം അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനിടയായി. അതുവരെയും മാനവരാശിക്ക് വേദപുസ്തകത്തിൻ്റെ ആ ചട്ടക്കൂട് പ്രകാരം മരണമില്ല. വേദപുസ്തകത്തിൻ്റെ ആ ഫ്രെയിംവർക്ക് പ്രകാരം അതുവരെയും മാനവരാശിക്ക്, മനുഷ്യർക്ക് മരണം എന്ന് പറയുന്ന സാധനം ഇല്ല. പക്ഷേ പിന്നെ രോഗം, ദ്രവത്വം, മരണം, ക്ഷീണം, ഇല്ലായ്മകൾ, പല രീതിയിലുള്ള ശാപങ്ങൾ മനുഷ്യനെ ബാധിക്കാൻ തുടങ്ങി. ഇതിനൊക്കെ നമ്മൾ ശാപം എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുക. ഈ ജീവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ അനുഗ്രഹത്തിന്റെ കാറ്റഗറിയിലും, മരണവുമായി ബന്ധപ്പെട്ട സകലത്തെയും നമ്മൾ ശാപത്തിന്റെ കാറ്റഗറിയിലുമാണ് ഉൾപ്പെടുത്തുക. ദൈവവുമായി വിശ്വസ്തനായിരുന്ന സമയത്ത്, മനുഷ്യന് മരണമില്ലാത്ത സമയത്ത്, ദൈവത്തിന്റെ ജീവൻ നിത്യമായി അവന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു അനുഗ്രഹമായിരുന്നു. അവൻ അനുഗ്രഹം അനുഭവിച്ചു. അവൻ വിളിക്കപ്പെട്ടത് മറ്റ് സകലത്തെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിനു പകരം അവൻ ശാപം തിരഞ്ഞെടുത്തു. അവൻ മരണം തിരഞ്ഞെടുത്തു. ശാപത്തിന്റെ റിസൾട്ടായിട്ടാണ് മരണം വന്നത്. ദൈവത്തോട് അവൻ അതിക്രമം കാണിച്ചു. അവൻ പാപം ചെയ്തു. അതിക്രമത്താലും പാപത്താലും അവൻ ശപിക്കപ്പെട്ടു. ആ ശാപത്തിനകത്ത് വരുന്ന കാര്യമാണ് മരണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മാനവരാശി മുഴുവനും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. പക്ഷെ യേശു ക്രിസ്തുവിൽ ദൈവം നിങ്ങളെയും ഉയർപ്പിച്ചു. എന്ന് വെച്ചാൽ ഈ മാനവരാശിയെ സെപ്പറേറ്റ് ആയിട്ട് പൗലോസ് ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണിക്കുന്നു. മൊത്തത്തിലുള്ള മറ്റ് അന്യജാതികളെയെല്ലാം യഹൂദന്മാരെ വ്യത്യാസപ്പെടുത്തി കാണിക്കുന്നു. അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും അന്യജാതീയ പശ്ചാത്തലത്തിൽ നിന്നും വന്ന രണ്ട് വിഭാഗം ആളുകളാണ് ആ എഫെസോസിൽ സഭയിലുള്ളത്. അവരുടെ വിഷമങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ടെംപ്റ്റേഷൻസും വ്യത്യാസമുള്ളതാണ്. അവരെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ഒരു കൂട്ടം യഹൂദന്മാര്, പൗലോസ് ശരിയായ അപ്പോസ്തലനല്ല, പൗലോസിന്റെ സുവിശേഷം സത്യസുവിശേഷമല്ല, നിങ്ങളെല്ലാവരും യഹൂദന്മാരാകണം, നിങ്ങളെല്ലാവരും യഹൂദന്മാരെ പോലെ പരിച്ഛേദന ഏൽക്കണം, അവരുടെ ശബത്ത് നാളുകൾ ആചരിക്കണം, അവരുടെ ആലയത്തിലേക്ക് പോകണം, അവരുടെ ആലയത്തിൽ മെമ്പർഷിപ്പ് എടുക്കണം, അവരുടെ ആലയവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ അവകാശമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സുവിശേഷം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ആ സുവിശേഷം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു സുവിശേഷമുണ്ട്. ആ സുവിശേഷത്തിന്റെ സത്യം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പീഡനങ്ങളിൽ കൂടെ കടന്നു. ആ സുവിശേഷം എന്താണ്? അന്യജാതിക്കാരായ വ്യക്തികൾ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അവര് യഹൂദരാകേണ്ട ആവശ്യം ഇല്ല. അന്യജാതിക്കാര് യഹൂദന്മാരെ പോലെ പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമില്ല, ശബത്ത് ആചരിക്കേണ്ട ആവശ്യമില്ല, യഹൂദന്മാരുടെ ആലയത്തിൽ പോകേണ്ട ആവശ്യമില്ല, ആലയവുമായിട്ടുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതെന്താ പൗലോസ് അങ്ങനെ പറഞ്ഞത്? കാരണം ആ ദൈവാലയത്തിന്റെ ഡെഫിനിഷനെ ദൈവം മാറ്റിക്കഴിഞ്ഞു.